നല്ല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ഈയിടെ അന്തരിച്ച പ്രശസ്ത ഹാസ്യ നടൻ സലീം കുമാറിന് ഒരു സ്മാരകം പണിയുന്നു എന്ന് കേട്ടു. ഈ പുതിയ സർക്കാർ 1 കോടി രൂപയുടെ. ഇതിനു മുൻപ് സലീം കുമാറിനേക്കാളും എത്രയോ പ്രശസ്തരായ സിനിമാ നടന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു സ്മാരകം സലീം കുമാറിന് കൊടുക്കാൻ എന്താ കാരണം? സലീം കുമാർ ഇപ്പം ഭരിക്കുന്ന പാർട്ടിയുടെ ആളായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഈ അടൂർവാസി, ബഹദൂർ, ആലമ്മൂടൻ, പട്ടംസാദ്, മാളാരവിന്ദൻ ചേട്ടൻ, പപ്പു ചേട്ടൻ, ഇവരൊക്കെ സലീം കുമാറിനേക്കാൾ എത്രയോ ഉയരത്തിലുള്ള ഹാസ്യ നടന്മാരാണ്. അടൂർവാസിയോടെ ഒന്ന് 7 അയലത്ത് സലീം കുമാർ വരില്ല. പക്ഷേ അടൂർവാസിക്ക്, ശങ്കരാടിക്ക് ഇവർക്കൊന്നും സ്മാരകയില്ല. ഈ ചെറിയ നടനായ സലീം കുമാറിന് സ്മാരകം. സലീം കുമാർ എന്താണ് ചെയ്തതിനിടെ മലയാള സിനിമയ്ക്ക് വേണ്ടി എന്ത് സംഭാവനയാണ് ചെയ്തത്? ഒരു നാഷണൽ അവാർഡ് കിട്ടിയെന്നല്ലാണ്ട് സലീം കുമാർ ഷക്കീലയുടെ പടത്തിൽ അവർ അഭിനയിച്ച നടനാണ് സലീം കുമാർ. പിന്നെ മാത്രമല്ല, ഇടക്കാലത്ത് ചെറിയൊരു സലീം കുമാറിൻ്റെ കുറച്ച് പടങ്ങൾ, കോമഡി പടങ്ങളുണ്ട്. ചില മണവാൾ എന്നെല്ലാം പറഞ്ഞിട്ട് അതിലെ പടത്തിൽ പുലിവാൽക്കലാണ്. അത് നല്ല കോമഡി തന്നെയാണ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് 1 കോടി ഉറുപ്പിക സ്മാരകം കൊടുക്കാൻ വേണ്ടി ജനങ്ങളെ നികുതി അടിച്ച പൈസ അടിച്ചിട്ടല്ലേ കൊടുക്കുന്നു. 1 കോടി രൂപ ഈ കതറിട്ട ആൾക്കാരെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന 1 കോടി അങ്ങ് 1 കോടി അങ്ങ് പ്രഖ്യാപിക്കലാണ്. ആരാൻ്റെ പൈസ എടുത്തിട്ട് അങ്ങ് പ്രഖ്യാപിക്കലാണ്. ഇത് ഈ ഓരോ ഭരിക്കുന്ന പാർട്ടിക്കാരെ തറവാട്ട് സ്വത്തൊന്നുമല്ലല്ലോ ഈ പൈസ 1 കോടി 2 കോടിയൊന്നും. ഏതാൾക്കായാലും ഒരു 1 കോടിക്കുള്ള സ്മാരകം കൊടുക്കുമ്പോൾ അവർ കാര്യമായ സംഭാവന ചെയ്ത ആളായിരിക്കണം മലയാള സിനിമക്ക്. ഒരു സംഭാവന സലീം കുമാറിന് കൊണ്ടുണ്ടായിട്ടില്ല മലയാള സിനിമക്ക്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. സ്മാരകം പണിയെന്നെല്ലാം പറയാൻ ഇതിഹാസ നടന്മാർക്കായിരിക്കണം. മികച്ച സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന്, സത്യം മാഷ്ക്ക്, ജയൻ ചേട്ടന്, ഇവർക്കെല്ലാം സ്മാരകം പണിയുണ്ടത്. അല്ലാതെ ഈ തുക്കട ചെറിയ ഹാസ്യ നടന്മാർക്കെല്ലാം എന്തിനാ സ്മാരകം? ഓക്കെ.